അപ്പൊ നമുക്ക് ആദ്യത്തെ സൂചന കൊടുത്ത് തുടങ്ങിയാലോ? തുടങ്ങട്ടെ? കോൺഫിഡന്റ്? റെഡി? അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ സൂചന ഇതാ ഇവിടെ വരുന്നു. അക്ഷക്രീഡാ തൽപരനാണ്. ധർമ്മപുത്രർ. ഒരു പ്രാവശ്യം ഓപ്ഷൻ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ലോക്ക് ചെയ്തു. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തു. ഉറപ്പിച്ചല്ലോ. ഒന്നാമത്തെ ക്ലൂവില് ആ റിസ്ക് ഏറ്റെടുത്തു. ഇവരെക്കാളും ടെൻഷൻ ഇപ്പൊ എനിക്ക്. അതാണേ. ശരിയാവോ തെറ്റാവോ? നോക്ക്, ചെറിയ കുട്ടികളാ ഇവര്. അവർ ഒന്നാമത്തതിൽ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. അത് ഒരു നല്ല സൂചനയാണ്. പക്ഷെ ഉത്തരം ഇതാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയില്ല. നോക്കാം. ഉത്തരം അയ്യോ തെറ്റിപ്പോയി. അല്ല, ധർമ്മപുത്രർ ശരിയാണല്ലോ. ധർമ്മപുത്രൻ ശരിയാണ്, നളനും ശരിയാണ്. ഇതില് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് 5 സൂചനകളുണ്ട്. ഇപ്പം നേരത്തെ നമ്മളുടെ ആദ്യത്തെ റൗണ്ടിൽ കഴിഞ്ഞ പോലെ ആദ്യത്തെ ഇത് തന്നെ കേട്ട് കഴിഞ്ഞാൽ എന്താണ്, സൂചന കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? സംശയങ്ങളുണ്ട്. അതുപോലെ അക്ഷക്രീഡ തൽപരരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും നിങ്ങളുടെ ഇതിഹാസമല്ലോ. അപ്പൊ കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത സൂചനയും കേൾക്കണം. നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. ഇത് നിങ്ങളുടെ ഒരു വലിയ റിസ്ക് ആണ്. അതായത് ഇപ്പം ഉത്തരം നളനാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സൂചന ഒന്ന് കൊടുത്തേക്കാം. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ഈ 5 മാർക്ക് കളയാൻ ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സൂചനയിൽ, അതായത് 5 സൂചനകളിലും ഈ ആളുടെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒളിച്ചിരിപ്പുണ്ട്. എല്ലാം ചേർന്നാൽ ഒന്നാമത്തെ സൂചനയിൽ നമുക്ക് കുറെ പേരുണ്ടാവും. അതിൽ നിന്നും ചിലരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അക്ഷക്രീഡാ തൽപരരല്ലാത്തവരെ എലിമിനേറ്റ് ചെയ്യാം. വേദവ്യാസനൊക്കെ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ സൂചനകൾ പറയട്ടെ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ കാത്തിരുന്നെങ്കിൽ കിട്ടിയിരുന്നേനെ എന്ന് തോന്നാനുള്ള. രാജാവായിരുന്നു. രാജാവായവരും കുറെ പേരുണ്ട്. നോക്കൂ, അടുത്തത് രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിൽ അലഞ്ഞിട്ടുണ്ട്. അശ്വശാസ്ത്രത്തിൽ അഗ്രഗണ്യനാണ്. അശ്വഹൃദയ മന്ത്രം, അക്ഷഹൃദയ മന്ത്രം ഇത് കൈമാറുന്നുണ്ട് നളനും ഋതുപർണനും തമ്മിൽ. അവസാനത്തെ സൂചന നോക്ക്, ഇതിഹാസ നായകനോ പ്രതിനായകനോ അല്ല. അപ്പൊ നമുക്ക് ഉപാഖ്യാനങ്ങളിലെ നായകനാണെന്ന് തീരുമാനിക്കേണ്ടി വരും. അങ്ങനെ നമ്മള് അതായത് നമുക്ക് തന്നിരിക്കുന്ന 30 കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ഒരു ഇതിഹാസത്തിലെ കഥാപാത്രമാണെന്ന് പറയുമ്പോൾ ഈ 30 പേർക്കും ഉത്തരങ്ങളാവാൻ സാധിക്കും. സാരമില്ല, ഇനിയിപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാലും സാരമില്ല, നമുക്ക് ഇനിയും റൗണ്ടുകളുണ്ടല്ലോ. അപ്പം എന്തായാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉത്തരം പറയാൻ കാണിച്ച ഒരു മനസ്സ് നമ്മൾ കാണാതെ പോരുത്. അതിന്റെ സമയത്ത് മുന്നോട്ടേക്ക് വന്നു. പക്ഷെ ചില സമയത്ത് നമ്മൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതും കൂടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും പോയിന്റ് ഒന്നും നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ല.